ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രാഗി സ്മൂത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫൈബറും കാൽസ്യമൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഈ രാഗി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ ഫസ്റ്റ് ഈ രാഗിയാണല്ലോ കൊടുക്കാറ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഈ രാഗി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 4 സ്പൂൺ രാഗി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രാഗി നന്നായിട്ട് പൊടിച്ചതാട്ടോ. തരി ഉണ്ടെങ്കിൽ നമ്മുടെ രാഗിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. തരി ഇല്ലാതെ പൊടിച്ചെടുക്കണം. രാഗി നമുക്ക് പൊടിക്കാതെ തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തിട്ടും രാഗി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് രാഗി പൊടി കൊണ്ടാണ് കേട്ടോ രാഗി സ്മൂത്തി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ രാഗിയിലേക്ക് ഞാൻ 1 സ്പൂണിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഈ രാഗി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർക്കാവുന്നതാണ്. ഈ രാഗി നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ രാഗി തിളച്ച് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ രാഗി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് നമ്മുടെ രാഗിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രാഗി ഒരു 5 മിനിറ്റ് ഒന്ന് ഓഫാക്കിയിട്ടിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഈ തേങ്ങാപ്പാലും രാഗിയൊക്കെ നന്നായി ഒന്ന് യോജിച്ച് വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാലാണ് എനിക്ക് ഈ രാഗിയിലേക്ക് പശുവിൻ പാലിനെക്കാട്ടിലും ഈ തേങ്ങാപ്പാലാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. തേങ്ങാപ്പാൽ നമ്മൾ കൂടുതൽ ചേർക്കും തോറും നമ്മുടെ ഈ രാഗിയുടെ ടേസ്റ്റ് കൂടും. അത് തേങ്ങാപ്പാൽ ഇല്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കുടിക്കണമെങ്കിൽ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രാഗി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യനട്ടും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ രാഗി സ്മൂത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു രാഗി സ്മൂത്തി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ധാരാളം കാൽസ്യം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഈ രാഗി ദിവസം 1 നേരമെങ്കിലും കഴിക്കുന്നത് ശരീരത്തിന് വളരെ ഉത്തമമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസ് എൻ്റെ ചാനലുണ്ട്. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching.